നമസ്കാരം. പത്രോസ് പാലക്കരാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ പറയൂ. അപ്പോൾ നമ്മുടെ UDF അധികാരത്തിൽ വന്ന് VD സതീശനും ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയൊക്കെ വളരെ ഭംഗിയായിരുന്നു. പക്ഷെ ഇന്നലെ ബഡ്ജറ്റ് അവതരിച്ചത് അത് ശരിയായ ഇതല്ല. VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിക്കുന്നത് പിന്നെ നമ്മൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. വയനാട്ടിൽ ആ ദുരന്തത്തിന് അവരെ സഹായിക്കാൻ എങ്ങനെ പറ്റും, അവരെ സഹായിക്കുക. സലീം കുമാറിന് 1 കോടി സ്മാരകം പണിയാൻ 1 കോടി പാസ്സായിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? അയാളെന്താണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്ത്, അല്ലെങ്കിൽ നാടിന് വേണ്ടി എന്താ ചെയ്ത്? അയാളൊരു അഭിനയിക്കേണ്ട പൈസ കെട്ടി അയാൾ കാര്യം ചെയ്തു. അയാൾക്കൊരു ഓർമ്മ, അതിൻ്റെ ഒന്നും അവിടെ ആവശ്യമില്ല. ഇവിടെ നടന്മാർ ഒക്കെ അത് അവരൊരു തൊഴിലാണ്, അവർ ചെയ്യണു എന്നൊക്കെ. അവർ നമുക്ക് ഇഷ്ടക്കുറവുണ്ട്, ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ട്. നമുക്ക് ഇഷ്ടക്കുറവില്ല, ഒന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്മാരകത്തിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് സ്മാരകം വേണ്ടത് ഈ നാടിന്, രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ഇത് ചെയ്ത, രാജ്യത്തിന് വേണ്ടി മരിച്ച ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പട്ടാളക്കാർ അവർക്കോ വേണ്ടി ചെയ്യാം. സലീം കുമാർ ഒരു കലാകാരനാണ്, കലാകാരിത ചെയ്തു. അയാൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടേണ്ട അതോടെ കഴിഞ്ഞു. അങ്ങനെ ഒരു പിന്നെ വലിയ നാടിന് വേണ്ടിയിട്ടോ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് ആർക്കില്ലെങ്കിലും അറിയാം. എന്താ ചെയ്തത്? അയാളെ ഇത് ചെയ്തു, ഓരോരോ കോമഡി കൂടത്തരം ചെയ്തു, ജീവിച്ചു പോയാൽ പോട്ടെ, അതിൽ നമുക്ക് വിഷയമില്ല. അയാളൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ ഇതായതുകൊണ്ടൊന്നല്ല. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിൽ നിങ്ങളെത്ര വീട് വെച്ച് കൊടുക്കാറിന്? 100 വീടോ? അപ്പോൾ അത് വെച്ച് കൊടുക്കുക, അതിന് പോകുന്നതൊക്കെ ചെയ്യുക. LA ചെയ്ത സർക്കാർ ചെയ്തതിന് അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സലീം കുമാറിന് 1 കോടി ചിലവാക്കണതിന് മാതിരി 10 പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്താൽ പോരെ? 10 ആൾക്ക് വീട് വെച്ച് കൊടുക്കല, അതുപോലെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയൂ. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തും പറയാം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാൻ വിമർശിക്കണം, നമുക്ക് വിമർശിക്കന്നെ വേണം. ഓക്കെ. ഈ ഭരണത്തിനൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെയാണ്. പക്ഷേ അതൊക്കെ നല്ല രീതിയിലാവട്ടെ. തൂഫാൻ പദ്ധതി അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 10 വർഷമായിട്ട് ഞാൻ സഖാവാണ്. LDFിനെ സഹായിക്കാത്തത് ചെയ്തു. തൂഫാൻ പദ്ധതി അടുത്ത തലമുറ രക്ഷിക്കണം. നല്ല കാര്യമാണത്. ചെന്നിത്തല പിടിച്ചതിനാ ചെയ്തു, അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ അംഗീകരിക്കണം. ഓക്കെ സുഹൃത്തുക്കളെ, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ നിങ്ങളിൽ ഒരുവാണ്. വീണ്ടും വിഷയങ്ങളായിട്ട് വരും. ഓക്കെ.